നാഷണൽ എക്സർവീസ്മെൻ കോർഡിനേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കലും നടന്നു. കടുത്തുരുത്തി വടുകുന്നപ്പുഴ വിമുക്ത ഭട ഭവനിൽ നടന്ന യോഗത്തിൽ മുളക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ VM പൗലോസ് അധ്യക്ഷനായിരുന്നു. പൂക്കളം, കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാമത്സരങ്ങൾ, തമ്പോല തുടങ്ങിയ മത്സരങ്ങളും നടന്നു. വയനാട് ദുരിതബാധിതർക്ക് അനുശോചനം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത 25ഓളം സൈനികരെ കോട്ടയം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP R മധു പൊന്നാട അണിയിച്ചും പതക്കം നൽകിയും ആദരിച്ചു. സെക്രട്ടറി G ഐസക്, തോമസ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. എപ്പോഴും അവര് എന്ത് സിറ്റുവേഷൻ വന്നാലും നേരിടാൻ പാകത്തിനിരിക്കേണ്ടവരായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോകുന്നതിന് അവർക്ക് അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പം ദീർഘനാളത്തെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾക്കും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിട്ടുന്നതിന് ശേഷം റിട്ടയർമെന്റ് ആയി തിരിച്ചു വന്ന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളും സന്തോഷങ്ങളും അവർക്ക് പങ്കെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോർമലായിട്ടുള്ളൊരു മീറ്റിംഗ് ആണെങ്കിൽ പോലും ഫോർമലായിട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കുറച്ച് മുമ്പ് ഞാൻ കണ്ടു എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ ആ ഗെയിമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഇരുന്നതെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഫോർമലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ പോലീസിനും പട്ടാളത്തിനും കാര്യമായ രീതിയിലുള്ള അവരുടെ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ അവരെടുക്കുന്ന റിസ്കിനും ഉത്തരവാദിത്തത്തിനും ആനുപാതികമായിട്ടുള്ള ഒരു ബഹുമാനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ കിട്ടുന്നില്ലായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാർഗിൽ യുദ്ധാനുഭവങ്ങളും സ്വന്തം രാജ്യത്തിനു വേണ്ടി കൊടും തണുപ്പിൽ നടന്ന പോരാട്ടങ്ങളും സൈനികർ അനുസ്മരിച്ചു. കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാന വിതരണവും ഓണസദ്യയും നടന്നു.